ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. അവിടെ തിരുനെൽവേലിയിൽ ഇന്നൊരു പാല് കാച്ചിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു സർപ്രൈസ് കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത്. കുറേ നാളായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാനത് അങ്ങോട്ട് പോകുമ്പോൾ കാണിക്കാം. അപ്പോൾ വെളുപ്പിനാണ് ഇവിടെ നിന്ന് പോയത്. അത് കാരണം നമുക്ക് ഇടയ്ക്കൊന്നും നിർത്താൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ കാറിനകത്തിരുന്ന് നമ്മളെല്ലാ സ്ഥലങ്ങളും ആസ്വദിക്കുകയായിരുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഫുള്ള് മലയും പുഴയും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ആറ്, കുളം അങ്ങനത്തെയൊക്കെ സംഭവങ്ങളുണ്ട്. ഫുള്ള് മല, പിന്നെ ഓരോ കൃഷി സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അതുപോലെ തന്നെ അവിടെ ഒരുപാട് അമ്പലങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റോഡും ഒക്കെ അടിപൊളിയാണ്. റോഡിൻ്റെ സൈഡിലൊക്കെ ഒത്തിരി പൂക്കളും ഒക്കെ അവർ നട്ടുപിടിപ്പിച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും അവിടെ ഇറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അടിപൊളിയായിരുന്നു. അങ്ങനെ വീണ്ടും കുറച്ച് ഒരു ഉൾനാട്ടിലോട്ട് പോകുന്നത് പോലെ ഒരു ഫീലായിരുന്നു. എന്ന് വെച്ചാൽ ചെറിയ റോഡും രണ്ട് സൈഡും ഫുള്ള് കൃഷി സ്ഥലങ്ങളും ഒക്കെ ആയിരുന്നു. അതുപോലെ തന്നെ അവിടെ അവിടെയായിട്ട് ഓരോ അമ്പലങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്കൊക്കെ പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഫുള്ള് മഴയായിരുന്നു. മഴയിൽ മലയൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ഫുള്ള് മഞ്ഞ് കെട്ടിയതുപോലെ അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ മുന്നോട്ട് യാത്ര പോയി. ഏകദേശം നമ്മൾ ഈ തിരുനെൽവേലി ഭാഗത്തൊക്കെ എത്തുമ്പോൾ ഒത്തിരി ദൂരം പോകുമ്പോഴാണ് ഒരു ജംഗ്ഷനൊക്കെ കാണുന്നതും ഒത്തിരി വണ്ടികൾ കാണുന്നതുമൊക്കെ. അല്ലാണ്ട് കൂടുതലും വിജനമായ സ്ഥലമാണ് അവിടെ. അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് ഒരു കടൽ കണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ ഇറങ്ങി കുറേ നേരമൊക്കെ നിന്നിട്ട് കണ്ട് ആസ്വദിച്ചിട്ടാണ് പോയത്. പിന്നെ ഈ പോകുന്ന വഴിക്ക് ഇതുപോലെ കുറേ ആടുകളെയൊക്കെ കൂട്ടമായിട്ട് കൊണ്ടുപോകുന്നത് തമിഴ്നാട്ടിൽ പല സ്ഥലങ്ങളിലും കണ്ടായിരുന്നു. മേയ്ക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നതാണെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ വിൻഡ് മില്ല് തമിഴ്നാട്ടിൽ കൂടുതലായിട്ടും ഈ തിരുനെൽവേലി ഭാഗത്ത് കാണാൻ പറ്റുന്നതാണ് വിൻഡ് മില്ല്. നല്ല രസമായിരുന്നു. അത് ഓരോ വ്യക്തികളായിട്ടും അല്ലാണ്ട് കമ്പനിയായിട്ടും ഒക്കെ നടത്തുന്നതാണെന്നാണ് കേട്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കുറേ വില്ലേജ് ഭാഗത്തൊക്കെ കൂടെയാണ് നമ്മൾ പോയത്. നല്ല അടിപൊളിയായിരുന്നു സ്ഥലങ്ങളൊക്കെ. പിന്നെ എൻ്റെ ഇടയ്ക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കൊള്ളാം, നല്ല ഫുഡായിരുന്നു. തിരുനെൽവേലിയിൽ ശരവണാസ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിൽ നിന്നാണ് നമ്മൾ കഴിച്ചത്. അവിടെ നല്ല കോംബോ ഓഫറൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി ഫുഡും ആയിരുന്നു. തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ കൂടുതലും നേരിടുന്നൊരു പ്രശ്നമാണ് ഫുഡ്. എല്ലാവർക്കും അവിടുത്തെ ഫുഡ് നമുക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരത്തില്ല. അപ്പോൾ നമ്മൾ കുറേ അന്വേഷിച്ച് കിട്ടിയതാണ് ഈ ഹോട്ടൽ. ഓക്കെ, ഇനിയാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്, തിരുനെൽവേലി ഹൽവ. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുകയാണ് ഹൽവ കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഹൽവ കഴിക്കാനായിട്ട് തിരുനെൽവേലിയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു കടയിലാണ് പോയത്. ശാന്തി സ്വീറ്റ്സ് എന്നാണ് ഷോപ്പിൻ്റെ പേര് വരുന്നത്. 48ഓളം വർഷം പഴക്കമുള്ളൊരു ഷോപ്പാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മേടിച്ചു. വലിയ റേറ്റൊന്നും ആയില്ല. ഒരു പാക്കറ്റ് 70 രൂപയായിട്ടുള്ളൂ. അപ്പോൾ അത് അപ്പോഴും കഴിക്കാനായിട്ട് ടൈം കിട്ടിയില്ല. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പാല് കാച്ചൊക്കെ അറ്റൻഡ് ചെയ്തു. ആക്ച്വലി 2 ദിവസത്തെ ട്രിപ്പായിരുന്നു. അപ്പോൾ നമ്മൾ തലേ ദിവസം പാല് കാച്ച് വീട്ടിൽ പോയി അവിടെ ഒന്ന് സ്റ്റേ ഒക്കെ ചെയ്ത് തിരിച്ച് പിറ്റേ ദിവസമാണ് വന്നത്. അപ്പോൾ അന്നത്തെ ഒന്നും എടുക്കാൻ പറ്റിയില്ല വീഡിയോസ്. അപ്പോൾ ഇത് പിറ്റേ ദിവസത്തേതാണ്. തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ തിരുനെൽവേലിയിൽ ഉൾ റൂട്ടിലൂടെയാണ് വന്നത്. അപ്പോൾ നല്ല കാഴ്ചകളായിരുന്നു. ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. ചോളം, മുല്ലപ്പൂവ്, അങ്ങനെ പലതരത്തിലുള്ള എന്തൊക്കെയോ കൃഷികൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്കാണ് കടലക്കൃഷി കണ്ടത്. അവിടെ കുറച്ച് ആളനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊരു 2-3 കടല വാങ്ങാനായിരുന്നു പ്ലാൻ. പക്ഷേ അവർ നല്ല ആൾക്കാരായിരുന്നു. അവർ നമുക്ക് കുറേ കടല തന്നു. ഒരിടത്തുനിന്ന് മൊത്തത്തിൽ പറിച്ച് അത്രയും ആയിട്ട് നമുക്ക് തന്നു. നമ്മൾ താങ്ക്സൊക്കെ പറഞ്ഞ് ക്യാഷൊന്നും വാങ്ങിച്ചില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏതോ കാർട്ട് റൂട്ടൊക്കെ വഴി തിരിച്ച് വീട്ടിലേക്ക് വന്നു. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു. നമ്മൾ ഹൽവയൊക്കെ കഴിച്ചു. ഹൽവ അടിപൊളിയായിരുന്നു. ഞാനും എൻ്റെ ചേച്ചിയുടെ മോനും കൂടെ
ആദ്യം ഒന്ന് കഴിച്ച് ട്രൈ ചെയ്ത് നോക്കി, അടിപൊളിയായിരുന്നു. അങ്ങനെ എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ നമ്മുടെ ട്രിപ്പ് അടിപൊളിയായിരുന്നു.